ഹലോ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു തെരുവിന്റെ കഥ പറയാനാണ്. നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിന്റെ കഥയല്ല. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ലിവർപൂളിന്റെ ബീറ്റിൽസ് പാടി തകർത്ത അവരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു തെരുവിന്റെ കഥ പറയാനാണ്. ഇതാണ് ആ സ്ട്രീറ്റ്. ബ്രിട്ടീഷ് ദ്വീപുകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മുടെ മേഴ്സി നദീ തീരത്ത് ലോകത്ത് തന്നെ തങ്ങളുടെ താളത്തിനൊത്ത് ചുവടുവെപ്പിച്ച ഒരു നഗരമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലിവർപൂൾ എന്ന നഗരം. ഈ നഗരത്തിന്റെ കഥ ആരംഭിക്കുന്നത് ഇവിടെ നിന്നല്ല, ഒരു 13-ാം നൂറ്റാണ്ടിലാണ് ഈ നഗരത്തിന്റെ കഥ ആരംഭിക്കുന്നത്. അടിമ കച്ചവടത്തിന്റെയും പരുത്തി കച്ചവടത്തിന്റെയും ഒക്കെ പ്രഭവ കേന്ദ്രമായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന ലിവർപൂൾ എന്ന് പറയുന്നത്. ലിവർപൂൾ ഡോക്കുകൾ ലോകമെമ്പാടുമുള്ള ചരക്കുകളെ അതിലേറെയായി ലോകമെമ്പാടുമുള്ള പല പല സംസ്കാരത്തെയും മണ്ണിലേക്ക് എത്തിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് കപ്പലിറങ്ങിയിട്ടുള്ള മനുഷ്യരിലൂടെയും അവരുടെ സംഗീതത്തിലൂടെയൊക്കെ ഈ നഗരത്തിന് ഒരു പ്രത്യേക താളബോധം കൈവന്നിരുന്നു. നഗരത്തിന്റെ സിരകളിലൂടെ ഒഴുകിയിരുന്ന ആ താളം 20-ാം നൂറ്റാണ്ടില് ഒരു വസന്തമായിട്ട് പോവിട്ടു. ലോകത്ത് തന്നെ കീഴടക്കാൻ പോന്ന ഒരു സംഗീത വിപ്ലവത്തിന് തിരികൊളുത്തുകയായിരുന്നു അത്. ലിവർപൂളിന്റെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കൈലോം അഥവാ മാത്യു സ്ട്രീറ്റ്. ഒരു സാധാരണ തെരുവിൽ നിന്ന് ലോകത്തെ ആകെ മാറ്റിമറിച്ചിട്ടുള്ള ബീറ്റ് മ്യൂസിക്കിന്റെ ഹൃദയമിടിപ്പായി മാറിയിട്ടുള്ള ചരിത്രമാണ് ഈ തെരുവിന് ഇന്ന് പറയാനുള്ളത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ തെരുവിന്റെ ആഴങ്ങളിലായിട്ട് ഒരു പഴയ ഭൂഗർഭ ഗോഡൌൺ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരു ക്ലബ്ബായിട്ട് രൂപം കൊണ്ടു. അതാണ് ദി കേവൻ ക്ലബ് എന്ന് പറയുന്നത്. 1957 ജാസ് മ്യൂസിക്കിനായിട്ടാണ് ഈ ക്ലബ്ബ് തുറന്നത്. പക്ഷെ അധികം വൈകാതെ തന്നെ ഇത് റോക്ക് ആൻഡ് റോളിന്റെയും പിന്നീട് മേഴ്സി ബീറ്റ്സ് എന്ന പുതിയ സംഗീത പ്രസ്ഥാനത്തിന്റെയും സ്ഥിരാ കേന്ദ്രമായിട്ട് മാറുകയുണ്ടായി. 1960 ജോൺ ലെനൻ, പോൾ മെക്കാർട്ട്നി, ജോർജ് ഹാരിസൺ, റിംഗോ സ്റ്റാർ എന്നിവർ ചേർന്ന് ദ ബീറ്റിൽസ് എന്ന വിഖ്യാത സംഗീത കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ലിവർപൂളിൽ പിറവിയെടുത്ത ഈ ശബ്ദം ബീറ്റിൽ മാനിയ എന്ന പേരിൽ കൊടുങ്കാറ്റായി ലോകമെമ്പാടും ആഞ്ഞു വീശുണ്ടായിരുന്നു കേട്ടോ. ദ കേവൻ ക്ലബ്ബ് വെറും ഒരു പബ്ബായിരുന്നില്ല, അതൊരു ആർട്ട് ഇൻക്യുബേറ്റർ ആയിരുന്നു കേട്ടോ. കാരണം സംഗീതത്തിന്റെയും ഫാഷന്റെയും ഒക്കെ ഒരു യുഗം തന്നെയാണ് അവിടെ മുള പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ബീറ്റിൽസ് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്ക് പ്രചോദനമായിരുന്നു കേട്ടോ. അവരുടെ മെലഡിയും ലിറിക്കൽ ഡെപ്തും റോക്ക് സംഗീതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിൽ പിന്നീട് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സംഗീതം എന്ന് പറയുന്നത് ഇവരുടെ തന്നെയായിരുന്നു കേട്ടോ. ലിവർപൂൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ലിവർപൂളിന് ആ പദവി നഷ്ടമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും ഈ നഗരം അതിന്റെ ചരിത്രത്തെയും സംഗീത പാരമ്പര്യത്തെയും എന്നും അഭിമാനത്തോടെ നെഞ്ചിലേറ്റുന്നുണ്ട് കേട്ടോ. മാത്യു സ്ട്രീറ്റിൽ പോകുന്ന ഓരോ സഞ്ചാരിക്കും അത് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ലിവർപൂളിന്റെ കഥ വെറും ഒരു ബീറ്റിൽസിൽ മാത്രം അവസാനിക്കുന്നില്ല. ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ ഫുട്ബോളിന്റെ വികാരവും കലാപരമായിട്ടുള്ള അന്തരീക്ഷവും അങ്ങനെ എടുത്തു പറയുന്ന ഒത്തിരി കാര്യങ്ങളുള്ള ഒരു വലിയ നഗരമാണ് ലിവർപൂൾ എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ നഗരത്തിന്റെ എല്ലാ പുരോഗതിക്കും അടിത്തറയായിട്ടുള്ളത് ഈ കാണുന്ന മാത്യു സ്ട്രീറ്റിലെ ഈ ചെറിയ ഇരുട്ട് നിറഞ്ഞ പബ്ബിൽ നിന്ന് ഉയർന്നു വന്ന സംഗീതമാണ് കേട്ടോ. ലിവർപൂൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതാണ്: ലോകത്തെ മാറ്റിമറിക്കാന് ഒരു സാധാരണ തെരുവിലെ 4 യുവാക്കൾക്ക് അവരുടെ കയ്യിലെ ഗിറ്റാറും അവരുടെ ആത്മവിശ്വാസം മാത്രം മതിയായിരുന്നു. ചരിത്രത്തിലെ താളുകളിൽ ലിവർപൂളിന് സ്ഥാനം എന്നും മാറ്റിവെക്കപ്പെടാൻ കഴിയാത്തതാണ്. ലിവർപൂൾ എന്നത് വെറും ഒരു തുറമുഖ നഗരം മാത്രമല്ല, സംഗീതത്തിന്റെ ആത്മാവ് ഉണർത്തിയ ഒരു ചരിത്ര ഭൂമി കൂടിയാണ് കേട്ടോ. ഈ യാത്രയോടെ അവസാനിക്കുന്നില്ല. ലിവർപൂളിന്റെ മറ്റ് വിശേഷങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.